കൂടുതലും മലയാളം അറിയാത്ത ഒരാളാണ് നമ്മുടെ ജിസേൽ. ആ ജിസേലിനെ ആ ഒരു രീതിക്ക് തന്നെ ശരത്തും കൂട്ടുകാരെല്ലാം കൂടി ഒരു ടാസ്കിലേക്ക് കൊണ്ടുവരികയും അവരെ ആ ഒരു രീതിയിൽ കുറച്ച് പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ നമ്മുടെ ക്യാമറ കണ്ണുകളിലേക്ക് എല്ലായിടത്തും ഫോക്കസ് കിട്ടി നമ്മുടെ വേദികളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജിസേൽ എന്ന് പറയുന്നത്. എന്നാലും നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിരുന്ന ഒരുപാട് പേര് അതിനെ റെസ്പോണ്ട് ഒക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ കൂടുതലും വീഡിയോ ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ജിസേലിനെ ചുറ്റും ആൾക്കാരിരുത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ വേദികളിലേക്ക് എത്തിക്കുകയാണ്, അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പുള്ളിക്കാരത്തേക്ക് മലയാളം അറിയത്തില്ല എന്നുള്ള പേരിൽ നമ്മുടെ ശരത്തും കൂട്ടരും ചുറ്റും ഇരുത്തി അവരെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വായിൽ നിന്ന് ഓരോന്ന് കേൾക്കാൻ വേണ്ടിയാണോ എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഗുണ്ടി എന്നാണ് അത് ജിസേൽ തന്നെ പറയണം, ഞാനൊരു ഗുണ്ടിയാണെന്ന്. അതായത് നമ്മുടെ ഇവിടെ ഗുണ്ടയ്ക്ക് വിപരീതപദം പറയാനായിട്ടാണ് ഗുണ്ടി എന്ന് പറയുക. അല്ലെങ്കിൽ അപ്പൊ ഗുണ്ടി എന്നുള്ളൊരു വാക്കില്ല, പക്ഷെ പുള്ളിക്കാരത്തേക്ക് അത് മലയാളം അറിയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗുണ്ടി എന്ന വാക്ക് ഞാനൊരു ഗുണ്ടിയാണ് എന്ന് പറയുന്നത്. എല്ലാം അത് വെച്ച് കളിയാക്കി ചിരിച്ചു. അതായത് ഒരു ടാസ്ക് കിട്ടിയേക്കുന്നതാണ്, ഒരു കണ്ടന്റ് കിട്ടിയേക്കുന്നതാണ്. ആ ഒരു കണ്ടന്റ് വെച്ച് അവര് ജിസേലിനെ കളിയാക്കുകയാണ് അന്നത്തെ നമ്മുടെ പരിപാടി. ഗുണ്ടിയില്ല എന്ന് പറയുന്ന അനു ചേച്ചി എന്നൊക്കെ പറഞ്ഞായിട്ട് ഭയങ്കര വിവരമുള്ള ടീമുകളാണ് നമ്മുടെ ഈ ബിഗ് ബോസിലുള്ളതെന്ന് എടുത്തിരിക്കുന്നത്. അതിനകത്ത് അവരെ വിമർശിക്കുന്ന ആൾക്കൂട്ടത്തിലെ ആൾക്കാരാണ്. അവസാനം അവർക്ക് അതിന്റെ ഒരു വേറൊരു വാക്ക് കിട്ടിയിരിക്കുകയാണ്, റൗഡി. അതായത് ഗുണ്ടയ്ക്ക് വേറൊരു വേർഡ് കിട്ടിയിട്ടുണ്ട്, റൗഡി എന്ന്. അവർക്ക് മനസ്സിലായി, കാര്യങ്ങൾ അറിയാം, പക്ഷെ അതിനുള്ള വേർഡ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഗുണ്ടി. ഇപ്പൊ നമുക്കാണേലും ആ ഒരു ഗുണ്ടയ്ക്ക് വിപരീതപദം എന്താ, ഗുണ്ടി എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അത് തന്നെയാണ് അവര് പറഞ്ഞേക്കുന്നത്. അതിനെ അവര് ചുറ്റിയിരിക്കുന്നവർ അവരെ കളിയാക്കി എന്നുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് കൂടുതൽ മലയാളം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് വാദിക്കുന്നുണ്ട്. പക്ഷെ അതിന് അപ്പൊ തന്നെ ഒരു വേറൊരു വേർഡ് കിട്ടി, അല്ലെങ്കിൽ ഞാനൊരു റൗഡിയാണ് എന്നുള്ള ഒരു രീതിക്ക് അവര് പറയുന്നുണ്ട്. അവർക്ക് മനസ്സിലായത് ഏത് വേർഡാണ് അല്ലെങ്കിൽ അതിന് ഉള്ള ഒരു പര്യായപദം എന്താണെന്നുള്ളത്. അവസാനം കയ്യടി വാങ്ങിച്ചു. അവസാനം ഏതാന്നുള്ള ആ കറക്റ്റ് വേർഡ് കിട്ടിയപ്പോൾ തന്നെ എല്ലാവരും ഒന്നും കയ്യടി വാങ്ങിച്ചു. ആദ്യം നമ്മള് പരിഹസിച്ചെങ്കിലും പിന്നീട് കയ്യടിയും വാങ്ങിച്ചു. ഇവർക്ക് അറിയത്തില്ല എനിക്ക് എത്ര ദേഷ്യം വരും അറിയത്തില്ല ഇവർക്ക്. പക്ഷേ ഈ ഡ്രസ് അടിപൊളിയായിട്ടുണ്ട്. അതാണ് പ്രോബ്ലം. ശരദിനെ നീ ഇങ്ങനെ റെഡി ആയിട്ട് വരും, നീ ഇങ്ങനെ മേക്കപ്പ് ആയിട്ട്. അതിന്റെ ഇടയ്ക്ക് വേറെ വെച്ചാൽ അവിടെ നിന്നുകൊണ്ട് നല്ലത് പറഞ്ഞോണ്ട് ഡ്രസ്സൊക്കെ അടിപൊളിയാണെന്നും പറഞ്ഞോണ്ട്. ഇത് ടി വി ഷോ അല്ലേ? നീ നിനക്ക് ഒരു അഭിപ്രായമില്ല, നീ ഇങ്ങനെ ഉടുപ്പ് മാറിയിട്ട് എപ്പോഴും മേക്കപ്പ് ചെയ്തിട്ട് നടക്കും. ഡ്രസ് എന്താണ് ഇട്ടുന്നത് അതല്ല പറയുന്നത്. നീ എന്തിനാ എപ്പോഴും റെഡി ആക്കണം? ഞാൻ എന്റെ സ്മെല്ലായിട്ട് ഇവിടെ നടക്കാനാ? അവരുടെ ഡ്രസ്സിനെ പറ്റിയാണ് നമ്മുടെ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡ്രസ്സ് അടിപൊളിയൊക്കെ ആണെന്ന് അവർ പറഞ്ഞു. അവരും വിചാരിക്കുന്നത്, അല്ലെ ജിസേൽ വിചാരിക്കുന്നത് അവരെ ആക്കി പറയുകയോ കളിയാക്കി പറയുകയോ എങ്ങാണ്ടാണെന്നാണ്. അപ്പോൾ ജിസേലിനെ ആക്റ്റീവ് ആക്കുക എന്നതാണ് ഇന്നത്തെ അവരുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ആണെന്ന് തോന്നുന്നു. കാരണം കൂടുതലും ജിസേലിന്റെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ജിസേലിനെ പറ്റി ഓരോ കാര്യങ്ങൾ പറയുകയും ജിസേലിന് ഓരോ ടാസ്ക് കൊടുക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ജിസേലിനെ കൂടുതൽ ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരാനും കുറച്ച് ആക്റ്റീവ് ആക്കാനും കൂടിയാണ് ഇന്ന് കൂടുതലും ആൾക്കാർ അതിനകത്ത് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും അപ്ഡേഷനും ഒക്കെ നമ്മൾ വീഡിയോ പുറകെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക. ഓക്കെ, ബൈ.